സെക്കൻഡറി കളറാകാൻ വരുന്നു ഞങ്ങൾ. പ്രൈമറി കളർ സെക്കൻഡറി കളർ പ്രൈമറി കളർ സെക്കൻഡറി കളർ കളസേ ശരണം. അപ്പൊ ഇതിലായെങ്കിലും ഓർക്കാമല്ലോ, എന്നെ തെറ്റിക്കൂലല്ലോ. അല്ലാതെ തന്നെ നിങ്ങൾ ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിച്ചല്ലോ. അവിടെ നിങ്ങളെ മെന്റൽ ഫയലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ബ്ലൂ ഗ്രീൻ ചെയ്യാനെടുത്തോ, അമ്മയ്ക്ക് കൊടുക്കുക. ഗ്രീൻ റെഡ് എടുത്ത് അച്ഛന് കൊടുക്കാം. ഓരോരുത്തർ കൊടുത്തിട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പീരിയോഡിക് ടേബിൾ വരെ ആ മെന്റൽ ഫയൽ ഓർത്തിരിക്കുക. നിങ്ങളുടെ ഒന്നാമത്തെ മെന്റൽ ഫയലിലും ഒന്നാമത്തെ എലമെന്റ് ഹൈഡ്രജൻ ചേർത്ത് കണക്ട് ചെയ്യുക. രണ്ടാമത്തെ മെന്റൽ ഫയലും അറ്റോമിക് നമ്പർ 2 ലിത്തിയവും ചേർത്ത് കണക്ട് ചെയ്യുക. മൂന്നാമത്തെ ഫയലും അറ്റോമിക് നമ്പർ 3 ലിത്തിയുമായിട്ട് കണക്ട് ചെയ്ത് 100 ഫയൽ വെച്ച് 100 എലമെന്റ് സ്റ്റോക്ക് ചെയ്യുക. 100 ഫയലില്ലേ, 100 സ്റ്റോക്ക് ചെയ്തോ. ഓക്കെ, അടുത്ത വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നമ്മുടെ തീ കത്തിക്കുമ്പോ എപ്പോഴും പുക മുകളിലോട്ടാണ് പോകുന്നത്, അതെന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മള് വെള്ളം ചൂടാക്കുമ്പോ ചൂടാകുന്ന വെള്ളം എങ്ങോട്ടാ വരിക? മുകളിലോട്ട് വരും. മുകളിലത്തെ വെള്ളം താഴോട്ട് പോകും. നേരിട്ട് അനുഭവങ്ങളുണ്ടോ? അത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പരീക്ഷ ഒന്ന് ചെയ്ത് നോക്കാം. ആരാ ചെയ്യാൻ വരുന്നത്? ജസ്കർ. ഈ കൊച്ചു കുപ്പിക്കകത്ത് കുറച്ച് കളറിടും. കാണിക്കണ്ട, കുറച്ച് ഇത് തൊട്ടുനോക്ക്, കൈവെള്ളം നോക്ക്. നല്ല തണുത്ത വെള്ളം തന്നെയല്ലോ. ഇനി ഇതെന്താ? ഇത് ചൂടുവെള്ളം. ആ ഫ്ലാസ്ക്. ഇത് ചൂടുവെള്ളം അല്ലേ? ഇതിനകത്ത് ചൂടുവെള്ളമുണ്ട്. ഞാൻ കുപ്പിക്കകത്ത് ഒഴിച്ചു തരാം. നോക്കൂ, ഈ കുപ്പി കളറിട്ട കുപ്പിയില് അത് കുപ്പിക്കകത്തൊക്കെ വെള്ളം ഇരിക്കുമ്പം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റൂല. അതുകൊണ്ട് കളർ കൊടുക്കാനാണ് കളർ പൗഡർ അടിച്ചത്. ഇനി ഈ കുപ്പിയിൽ ഞാൻ ചൂടുവെള്ളം ഒഴിക്കുകയാണ്. ചിലപ്പോൾ കയ്യിലെങ്ങാനും വേണം. നല്ല തിളച്ച വെള്ളം, അതുകൊണ്ട് അവരെ കൊണ്ട് ഒഴിപ്പിക്കുന്നില്ല. ഞാൻ ഒഴിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാം. ഇത് ചൂടുവെള്ളമാണ്, അതിനകത്ത് തണുത്ത വെള്ളമാണ്. ഈ നൂല് പിടിച്ച് കുപ്പിയെ വെള്ളത്തിലോട്ട് താഴ്ത്തു. കളർ താഴോട്ടാണോ മുകളിലോട്ടാണോ ആദ്യം വന്നത്? മുകളിലോട്ട് വന്നു അല്ലേ? ഇവിടെ ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കൂ. കളർ മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് പിന്നെ അത് താഴോട്ട് പോയി അല്ലേ? അല്ലേ? എന്താ കാരണം? ഡെൻസിറ്റി കുറയും. അപ്പോൾ ഈ ഹീറ്റ് മേളിലോട്ട് പോകും. അതിലെ കൂളർ ഡെൻസർ ഫ്ലൂയിഡ് ആണ്, മേളിരിക്കുന്ന കൂളർ ഡെൻസർ ഫ്ലൂയിഡ് താഴോട്ടും പോകും. എന്തെങ്കിലും പേരുണ്ടോ ഈ പ്രക്രിയ? അത്രേ ഉള്ളൂ. ശരി, ഇവിടെ സംഭവിക്കുന്നതാണ്. ഇവിടെ ചെയ്തത് തണുത്ത വെള്ളത്തില് ഒരു കുപ്പിക്കകത്ത് ചൂടുവെള്ളം എടുത്ത് കളറും ചേർത്ത് മുക്കിയല്ലേ? അപ്പൊ കുപ്പിക്കകത്തിരുന്ന എന്ത് വെള്ളം? ചൂടുവെള്ളം. കുപ്പിക്കകത്തിരുന്നത് പാത്രത്തിരുന്നതോ? അപ്പൊ നമ്മള് ഒരു ദ്രാവകങ്ങളും വാതകങ്ങളും ചേർത്ത് ദ്രവങ്ങൾ എന്ന് പറയും. എന്ത് പറയും? ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ടുഗദർ കോൾഡ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ദ്രവം. നമ്മൾ ഈ ദ്രവങ്ങൾ, അതായത് ഫ്ലൂയിഡ്സ് ചൂടാക്കുമ്പോൾ, അതായത് ലിക്വിഡ് ഓർ ഗ്യാസ്, ദ്രാവകമോ വാതകമോ ചൂടാക്കുമ്പോൾ ചൂടാക്കുന്ന ഭാഗം ടെമ്പറേച്ചർ കൂടും, താപനില കൂടുമ്പോൾ അതൊന്ന് വികസിക്കും, എക്സ്പാൻഡ് ചെയ്യും. വികസിക്കുമ്പോൾ അവിടുത്തെ സാന്ദ്രത, ഡെൻസിറ്റി എന്ത് ചെയ്യും? വികസിക്കുമ്പോൾ ഡെൻസിറ്റി, സാന്ദ്രത കുറയും. സാന്ദ്രത കുറയുന്ന കാരണം ആ ഭാഗത്തെ ദ്രവം, ഫ്ലൂയിഡ് മുകളിലോട്ട് പോകും. മുകളിൽ നിൽക്കുന്ന തണുത്ത സാന്ദ്രത കൂടിയ ഭാഗം, കൂളർ ആൻഡ് ഡെൻസർ ഫ്ലൂയിഡ് താഴോട്ട് പോകും. അപ്പൊ ഈ രീതിയിൽ, അതുകൊണ്ടാണ് ഇതുപോലെ നമ്മൾ വിറക് കത്തിക്കുന്നു, പുക ഉണ്ടാകുന്ന പുകയ്ക്ക് ഏത് അവസ്ഥയിലാ? വാതകാവസ്ഥയിൽ. തണുത്താണോ ചൂടായിട്ടാണോ വരുന്നത്?
ചൂട് പുക. അപ്പൊ ചൂട് കാരണം വികസിച്ച് സാന്ദ്രത കുറഞ്ഞിരിക്കുമ്പോൾ നേരെ മുകളിലോട്ട് പോകും. ഇതിനാണ് കൺവെക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. എന്ത് വിളിക്കുന്നു? കൺവെക്ഷൻ കറണ്ട്. എന്താ വിളിക്കുന്നു? അപ്പൊ ഇതാണ് പുകയൊക്കെ കണ്ടുണ്ടല്ലോ. പുകയൊക്കെ പിന്നെ ഭയങ്കര കാറ്റുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ മാറിപ്പോകും കേട്ടോ. ഈ കാറ്റൊക്കെ ഇല്ലാത്തപ്പോൾ കറക്റ്റായിട്ട് മുകളിൽ പോകുന്നതാണ്. കാറ്റുണ്ടെങ്കിൽ അത് കാറ്റിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഗതി മാറിപ്പോകുന്നതാണ്. അത് കൺവെക്ഷൻ കറണ്ട് സംഭവിക്കാത്തതല്ല. കണ്ടുണ്ടാവുമല്ലോ, വെടിച്ച് വേണമെങ്കിൽ ചവറൊക്കെ ഇട്ട് കത്തിച്ച് നോക്കൂ. പുകയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നതാണ്. പിന്നെ അത്യാവശ്യം മാത്രമേ കത്തിക്കാവൂ. ഈ പുകയൊക്കെ പോകും തോറും ആഗോള താപനത്തിന് കാരണമാണ്. സാധനങ്ങളൊക്കെ അത്യാവശ്യം കത്തിക്കാവും. എന്തായാലും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ വരും. ഇതൊക്കെ ഈ ആഗോള താപനത്തിന് ഗ്ലോബൽ വാർമിങ്ങിനൊരു കാരണം ഉണ്ടാകുകൊണ്ട് അത്യാവശ്യം മാത്രം സാധനങ്ങൾ കത്തിച്ചാൽ മതി. ഓക്കെ, ഇരുന്നോളൂ. ഇനി അടുത്ത എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഞാൻ ചോദിക്കാനുണ്ടോ? അടുത്ത് ഞാൻ ചോദിക്കാനുണ്ടോ? അടുത്ത നിങ്ങൾക്ക്? അപ്പൊ ആരും ചോദിക്കാത്തതാണ് ഞാനൊരു ചോദ്യം കൊണ്ട് ചോദിക്കാം. സൂര്യ അസ്തമനവും സൂര്യോദയം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സൂര്യൻ എപ്പോഴും ഒരേ നിറമാണോ? ചിലപ്പോഴൊക്കെ വെളുത്ത് കാണും, ചിലപ്പോഴൊക്കെ എന്ത് നിറത്ത് മാറും. ഇടയ്ക്കിടയ്ക്ക് ഉടുപ്പ് മാറുന്നുണ്ടല്ലേ സൂര്യൻ? ആണോ? അല്ല, പിന്നെ എന്താ ഈ നിറത്തിനൊക്കെ വ്യത്യാസത്തിന് കാരണം? എന്തായിരിക്കും കാരണം? സ്കാറ്ററിങ് അഥവാ വിസരണം അല്ലേ? അത് നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. അത് ഞാൻ തന്നെ അങ്ങ് ചെയ്തു തരാം. നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. സൂര്യ ഉദയ സമയത്തും സൂര്യ അസ്തമന സമയത്തുമൊക്കെ ഒരേ നിറത്തിലാണോ കാണുന്നത്? അല്ല. ഇതിന് കാരണം നമ്മൾ ആക്ച്വലി ഈ വിസിബിൾ ലൈറ്റ്, ദൃശ്യപ്രകാശം എന്ന് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്നതിന് കാരണം എന്താ? ഈ പ്രകാശം എല്ലാവരും പറയുന്ന ഉത്തരം ഇതാണ്. നമ്മൾ പ്രകാശത്തെ കാണുന്നതുകൊണ്ട്. ഈ പ്രകാശം നമുക്ക് കാണാൻ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഒരിക്കലും ഈ പ്രകാശത്തെ കാണുന്നില്ല. പക്ഷെ പിന്നെന്താ വിസിബിൾ ലൈറ്റിന് പേര് കൊടുത്തെന്ന് വെച്ചാൽ വസ്തുക്കളെ കാണാൻ സഹായിക്കുകയാണ്. നമ്മൾ കാണുന്ന ഒരിക്കലും ഇവിടെ വട്ടം കാണുന്നില്ലേ? ഈ കാണുന്നതൊക്കെ പ്രകാശത്തിനല്ല നമ്മൾ നേരിട്ട് കാണുന്നത്. അന്തരീക്ഷത്തില് കൊച്ചു കൊച്ചു കണികകള്, വായുകണികളും മറ്റ് ഡസ്റ്റ് പാർട്ടിക്കിൾസും തുടങ്ങി അതിസൂക്ഷ്മമായ ധാരാളം കണങ്ങൾ ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. ഈ പ്രകാശം തട്ടുമ്പോഴുള്ള ഈ കണങ്ങളുടെയൊക്കെ ഒരു തിളക്കം, ആ തിളക്കത്തിനെയാണ് നമ്മൾ പ്രകാശമായിട്ട് തിരിച്ചറിഞ്ഞത്. പ്രകാശത്തിനല്ല, നമ്മൾ കാണാത്ത കണികകളുടെ തിളക്കം, കാണാത്ത കണികകളുടെ തിളക്കം, ഇതിനെയാണ് നമ്മൾ കണ്ടത്, പ്രകാശത്തല്ല കണ്ടത്. അപ്പൊ വസ്തുക്കളെ ദൃശ്യമാക്കുന്നത് കൊണ്ടാണ് ദൃശ്യപ്രകാശം. മേക്സ് ദ ഒബ്ജക്ട്സ് വിസിബിൾ ടു us, hence the name visible light. ഇനി സൂര്യനൊക്കെ പ്രകാശം അന്തരീക്ഷത്തിലൂടെയല്ലേ വരുന്നത്. അന്തരീക്ഷത്തിൽ വായുവുണ്ട്, ജലകണികളുണ്ട്, പൊടിപടലങ്ങളുണ്ട്, ഇങ്ങനെ സൂക്ഷ്മ കണികൾ ധാരാളം ഉണ്ട്. ഇതിലൊക്കെ വരുമ്പോ നിങ്ങൾക്കറിയാം സൂര്യപ്രകാശത്തിൽ എത്ര കളറുണ്ട്? 7 കളറുണ്ടല്ലേ? 7 കളറുകളുണ്ട്. ഈ 7 കളറുകള് 7ഉം ഒരേ തരംഗദൈർഘ്യമാണോ? അല്ല. എല്ലാവർക്കും ഒരേ വേവലെന്ത് ആണോ? അല്ല. ആർക്കാണ് വേവലെന്ത് ഏറ്റവും കുറവ്? വയലറ്റ്. ആർക്കാണ് ഏറ്റവും കൂടുതൽ? റെഡ്. ആ വിബ്ജ്യോർ പോകുന്ന ആ വേവലൻ തരംഗദൈർഘ്യം കൂടുന്ന മുറയ്ക്കാണ്. ഈ അന്തരീക്ഷത്തിലെ കണികളിൽ തട്ടി ഈ പ്രകാശം വിസരണത്തിന് വിധേയമാവും, സ്കാറ്ററിംഗ് സംഭവിക്കും. അത് തരംഗദൈർഘ്യം കുറയും തോറും വിസരണം, സ്കാറ്ററിംഗ് കൂടുതലാണ്. ലോവർ ദ വേവ്ലെങ്ത്, ഹയർ ദ സ്കാറ്ററിംഗ്. ഹയർ ദ സ്കാറ്ററിംഗ്, ലോവർ ദ വേവ്ലെങ്ത്, ഹയർ ദ വേവ്ലെങ്ത്. തരംഗദൈർഘ്യം കുറവെങ്കിൽ വിസരണം കൂടുതൽ, തരംഗദൈർഘ്യം കൂടുതലെങ്കിൽ വിസരണം. ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ പ്രകാശമൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പൊ സംഭവിക്കുന്ന അന്തരീക്ഷത്തിലെ കണികളിൽ തട്ടി തരംഗദൈർഘ്യം കുറവായ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഈ 3 വർണ്ണങ്ങൾ ഇവർ കൂടുതൽ വിസരണത്തിന് വിധേയമാണ്. ഈ വിസരിത പ്രകാശം അന്തരീക്ഷത്തിൽ വെച്ച് കൂടിക്കലരുകയും ചെയ്യും. ആ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ എല്ലാം കൂടെ കൂടിക്കലരുമ്പോ
നമുക്ക് ആകാശത്തിന് നീല നിറം തോന്നിയതാണ്. ശരിക്കും നീല നിറമൊന്നുമില്ല. ശരിക്കും ഇതുപോലെ തന്നെ കടലിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കടലിൽ ദൂരെ നോക്കുമ്പോൾ എന്താ പറയുക? നീല നിറം. പക്ഷേ സി വി രാമൻ എന്ന ശാസ്ത്രജ്ഞൻ കടലിനടുത്ത് നിന്നു നോക്കിയപ്പോൾ നല്ല നീല നിറം കണ്ടു. ആ നീല നിറം അദ്ദേഹത്തിന് ശ്രദ്ധ ആകർഷിച്ച് ചെന്നൊരു കൈക്കൊക്കുമ്പോൾ ജലം എടുത്ത് നോക്കിയപ്പോൾ ജലത്തിന് നിറമില്ല. കണ്ട നീല നിറം എടുത്തപ്പോൾ കണ്ട നിറമില്ലാത്ത. കാരണം കുറച്ച് ജലത്തിലൊന്നും ഈ വിസരണം കാര്യമായിട്ട് നടക്കില്ല. കടലിൽ പ്രകാശം പോകുമ്പോഴും പ്രത്യേകിച്ച് ആഴമുള്ള ഭാഗങ്ങളിൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ തുടങ്ങിയ 3 വർണ്ണങ്ങളങ്ങ് വിസരണത്തിന് വിധേയമാണ്. സ്കാറ്ററിങ് നടക്കും. വെള്ളത്തിൽ അവ കൂടിക്കലരുമ്പോൾ ആ കടലിന് നീലയായിട്ട് നമുക്ക് വെറും തോന്നലാണ്. അതൊക്കെ വെറും ഒരു അനുഭവമാണ്. ശരിക്കും നീല നിറം ഇല്ല. ഇനി സാറിന് ഉച്ചയ്ക്കൊക്കെയാണ് നല്ല നീല നിറം കാണുന്നത്. അപ്പോഴ് നേരെ ഉച്ചയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് സൂര്യൻ, അല്ലെ? ഇനി സൺറൈസ് ആൻഡ് സൺസെറ്റ് സമയത്ത്, സൂര്യ ഉദയ അസ്തമയ സമയങ്ങളിൽ അവിടെയാണോ സൂര്യൻ? താഴ്ന്നു പോകും. ആ സൂര്യ ഉദയ സ്ഥലവും അസ്തമന സമയം തമ്മിൽ ബന്ധിപ്പിക്കുന്ന രേഖയ്ക്ക് ഒരു പേരുണ്ട്. എന്താ പേര്? ഹൊറൈസൺ. ഉച്ചയ്ക്ക് ഇരിക്കുന്ന സ്ഥലമാണ് സെനിത്ത്. ഈ സൂര്യ ഉദയ സ്ഥലവും അസ്തമന സ്ഥലവും തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന വരെയാണ് ഒരു ഇമാജിനറി ലൈൻ. അതാണ് ഹൊറൈസൺ. അപ്പോൾ ഹൊറൈസണിലാണ്. എവിടെയാണ്? അപ്പോഴ് സഞ്ചരിക്കേണ്ട ദൂരവും വളരെ 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 കൂടുതലാണ്. അപ്പോൾ ഒരുപാട് കണികൾ പ്രകാശത്തിന്റെ പാതയിൽ വരും. ഒരുപാട്. അപ്പൊ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ ഒക്കെ അങ്ങ് വിസരണത്തിന് വിധേയമായി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അവസാനം നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ ചുവപ്പ് പ്രകാശം മാത്രം എത്തും. അപ്പൊ സൂര്യനിൽ നിന്ന് നമ്മുടെ കണ്ണിൽ എന്ത് പ്രകാശം മാത്രം എത്തി? അപ്പൊ നമുക്ക് സൂര്യൻ എന്ത് കളറായിട്ട് തോന്നും? ചുവപ്പായിട്ട് തോന്നും. ചിലപ്പോൾ ഓറഞ്ച് റെഡ് നമ്മുടെ കണ്ണിലെത്തും. അത് സൂര്യന്റെ സ്ഥാനം അനുസരിച്ചിരിക്കും. അങ്ങനെ സ്ഥാനം മാറുമ്പോൾ ദൂരം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഓറഞ്ചും റെഡും കലർന്ന നിറം തോന്നും. ചിലപ്പോൾ യെല്ലോ, ഓറഞ്ച്, റെഡ് ചേരുമ്പോൾ അതിന്റെ ഒരു സമ്മിശ്രം നടന്നു പോകണം. ആ വിസരണം എങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ വേണ്ടി ഒരു പരീക്ഷണം ചെയ്യാൻ പോവാണ്. ഇതൊരു കുപ്പിപാത്രത്തിൽ ഞാൻ ജലം എടുത്തിരിക്കുകയാണ്. എന്താ എടുത്തിരിക്കുന്നത്? ഈ ജലത്തിൽ കൂടെ ഞാൻ ടോർച്ച് ലൈറ്റ് വെച്ച് ഒരു പ്രകാശം കൊടുത്തു. പ്രകാശം വെള്ളം വഴി അപ്പുറത്തെത്തിയല്ലോ. ഇവിടെ കുറച്ച് വിസരണം സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി ഞാനൊരു കാര്യം ചെയ്യാൻ പോകുന്നത്, ഒരു കെമിക്കൽ ഇടാൻ പോകണേ വെള്ളത്തിൽ. ഇത് സോഡിയം തയോ സൾഫേറ്റ് എന്നൊരു സാധനമാണ്. എന്താ? അങ്ങോട്ട് വേണം. ഇത് ഇച്ചിരി വിഷം കലർന്ന വസ്തുവാണ്. നല്ല വിഷമുള്ള സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാതെ ഞാൻ തന്നെ അങ്ങ് ചെയ്യിക്കുന്നത്. അവിടെ കിടന്നുള്ള കൈ കൊണ്ട് തുറണ്ട. നന്നായിട്ട് ഇളക്കുകയാണ് ഞാൻ. അത് നന്നായിട്ട് ലയിപ്പിക്കാൻ വേണ്ടിയാണ്. ചെറിയ വിഷമുള്ളതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് ഇളക്കാത്തത്. ഹൈപ്പോ അഥവാ സോഡിയം തയോസൾഫേറ്റ്, ഹൈപ്പോ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഹൈപ്പോ അഥവാ സോഡിയം തയോസൾഫേറ്റ് ലയിപ്പിച്ച് ചേർത്തു. വെള്ളത്തിന് വലിയ വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇല്ല. അതാ ഇപ്പോഴും ടോർച്ച് അടിച്ചപ്പോൾ വെട്ടാപ്രദേശത്തുണ്ടല്ലേ. ഇനി ഞാൻ ഇങ്ങനെ ടോർച്ച് വെച്ചുകൊണ്ട് ടോർച്ച് ഇവിടെ തന്നെ അങ്ങ് വെച്ചേക്കാണ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുകയാണ്. എന്താ ഒഴിക്കുന്നു? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ചീറ്റിപ്പോയാ? ഒന്നും സംഭവിച്ചില്ല അല്ലേ? പിന്നെ ഒഴിച്ചു, ഒന്നും സംഭവിച്ചില്ല. കാത്തിരുന്ന് കാണാം. ആ പ്രകാശം ഒന്ന് ശ്രദ്ധിച്ചോളൂ. വല്ല മാറ്റം വരുന്നുണ്ടോ എന്ന് പ്രകാശം കൊണ്ട് ശ്രദ്ധിച്ചോളണം. ലൈനെയും ശ്രദ്ധിക്കണം, പ്രകാശവും ശ്രദ്ധിക്കണം. ശകലം മഞ്ഞളിച്ചില്ലേ പ്രകാശം? നേരത്തെ അതേ വെളുപ്പുണ്ടോ? ഇപ്പോ ഒന്ന് മഞ്ഞളിച്ചു അല്ലേ? ഇവിടെ വെള്ളപ്രകാശം, ഇവിടെ വെളുപ്പ് കൂടി വരുന്നു, അവിടെ പ്രകാശം മഞ്ഞളിച്ചു വന്നു. കുറേശ്ശെ ചുവന്ന് വരുന്നു, ഇപ്പൊ കുറേശ്ശെ ചുവന്ന് വന്നു അല്ലേ? ഇപ്പൊ അവിടെ പ്രകാശം വരുന്നേ ഇല്ല, ഒട്ടും വരുന്നില്ല.
അല്ലേ? ഇതെന്താ കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ ഞാൻ ഒഴിച്ചത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. എന്താ ഒഴിച്ചത്? നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. ഈ സോഡിയം തയോസൾഫേറ്റ് ഇതിനകത്തുണ്ടായിരുന്നു. അതും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിൽ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഇവിടെ രാസപ്രവർത്തനം നടന്നു, കെമിക്കൽ റിയാക്ഷൻ. അതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു ഉൽപ്പന്നമാണ് മിൽക്ക് ഓഫ് സൾഫർ എന്നറിയപ്പെടുന്ന ഒരു ഉൽപ്പന്നം. എന്താണ് നിങ്ങൾ കാണുന്നത്? ഇത് മിൽക്ക് ഓഫ് സൾഫറാണ്. എന്തറിയപ്പെടുന്നു? അപ്പൊ ജലത്തിനകത്ത് കണികളുടെ എണ്ണം കൂടി, സൾഫർ കണികൾ, സൾഫർ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടി. അപ്പൊ അതൊക്കെ ലൈറ്റിനൊരു തടസ്സമായോ അതോ പ്രൊമോട്ട് ചെയ്യുന്ന സാധനമായോ? ആ തടസ്സമായപ്പോ എന്ത് സംഭവിച്ചു? അതിനകത്ത് വിസരണം, സ്കാറ്ററിങ് ആരംഭിച്ചു. ആദ്യം സ്ലോ ആയിട്ട് നടക്കുന്ന രാസപ്രവർത്തനമായത്. അതാണ് ഞാൻ ആദ്യം ആസിഡ് ഒഴിച്ചപ്പോൾ നിങ്ങൾ പ്രവർത്തനമൊന്നും കണ്ടില്ല, അല്ലേ? ക്രമേണ 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 സൾഫർ ഇങ്ങനെ ഉണ്ടായി വന്നു. ഈ സൾഫർ കണങ്ങൾ ഓരോന്നും മുന്നോട്ട് പോകുന്ന പ്രകാശത്തിന് തടസ്സം സൃഷ്ടിച്ചപ്പോൾ വിസരണം ആരംഭിച്ചു. ഓരോ മിനിറ്റ് കഴിയുന്തോറും അല്ലെ ഓരോ സെക്കൻഡ് കഴിയുന്തോറും സൾഫറിന്റെ കണങ്ങളുടെ എണ്ണം കൂടി വന്നപ്പോൾ വിസരണം കൂടി. അപ്പൊ അവിടത്തേക്ക് വയലറ്റും ഇൻഡിഗോയും ബ്ലൂ ഒക്കെ അപ്പുറത്ത് എത്താതായി. അപ്പോൾ അവിടെ മഞ്ഞളിച്ചു കണ്ടല്ലോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ മഞ്ഞ പോലും അപ്പുറത്ത് പോയില്ല. അപ്പൊ കുറച്ച് ചോപ്പിച്ച് കണ്ടു. പിന്നെ ഒരുപാട് സൾഫർ ആയപ്പോഴത്തേക്ക് പ്രകാശം അത്രയും ഇവിടെ വെച്ച് തന്നെ വിസ്തരിച്ചങ്ങ് പോയി. കംപ്ലീറ്റ് ലൈറ്റ് ഈസ് സ്കാറ്റേർഡ്. അപ്പൊ അപ്പുറത്ത് ലൈറ്റ് എത്തിയേ ഇല്ല. അപ്പൊ അവിടെ ലൈറ്റ് എത്തിയില്ല, അവിടെ ലൈറ്റ് ഇല്ല, ഇരുട്ടായി. ഇത് തന്നെയാണ് നമ്മുടെ അന്തരീക്ഷത്തിന് സംഭവിക്കുന്നത്. അപ്പൊ ഈ സൂര്യന്റെ നിറമാറ്റത്തിന് പിറകിലും ഫിസിക്സ് തന്നെയാണ്. പ്രധാന കാരണം സ്കാറ്റർ. ആർക്കാ വേവലെന്ത് ഏറ്റവും കുറവ്? വയലറ്റ്. ആർക്കാ കൂടുതൽ? അപ്പോ വൈറ്റ് ലൈറ്റ് എന്ന അമ്മയ്ക്ക് എത്ര മക്കളുണ്ട്? 7 മക്കൾ ഒരേ നീളക്കാരാണോ? ആർക്കാ കുറവ് വേവലെന്ത്? വയലറ്റ്. ആർക്കാ കൂടുതൽ? ആണല്ലോ. വേണം ഇങ്ങനെ ഓർത്ത് വെച്ചോ. 7 മക്കളെ പെറ്റ വൈറ്റേ, നിന്റെ മക്കളിൽ വയലറ്റ് ആണ് ഷോർട്ട് വേവ്. 7 മക്കളെയും പോറ്റും വൈറ്റേ, നിന്റെ മക്കളിൽ റെഡ് ആണ് ലോങ് വേവ്. നിന്റെ സ്പെക്ട്രത്തിൽ വേവ് ലെങ്തിന് ഒരുമയില്ല, നിന്റെ സ്പെക്ട്രത്തിൽ ഫ്രീക്വൻസിക്ക് ഒരുമയില്ല. ഉണ്ടോ? ഓർത്തു വെച്ചോ. ശരി, ഇനി അടുത്ത എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മാഷേ, ഇന്നലെ ഞാൻ എന്റെ കസിന്റെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ഷോക്കേസിൽ ഒരു സാധനം ഇരിക്കുന്ന കണ്ടു. ഒരു കിളിയാണ്. പക്ഷെ അത് നിൽക്കുന്നത് അതിന്റെ ചുണ്ട് ഒരു സ്റ്റാൻഡിൽ നിർത്തിയേക്ക. അതവിടെ കുത്തി നിർത്തിയേക്കല്ല, തൊട്ടിട്ടേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാം ആ ഒരു ചുണ്ടില് അത് പോയിന്റ് ആക്കി ബാക്കി എല്ലാം അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കുക. അതെന്താ അങ്ങനെ നിൽക്കുന്നേ? വെരി ഗുഡ്. നിങ്ങൾ ചില വീടുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. നല്ലൊരു കിളി രൂപം, അതിന്റെ ചുണ്ട് ഒരിടത്ത് ഇങ്ങനെ തൊട്ടിരിക്കും. കൈ കൊണ്ടെടുത്താൽ ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന അല്ലാതെ കൈ കൊണ്ടെടുത്താൽ ഇനി ഇളകി വരും. തിരിച്ചു വെച്ചാൽ അവിടെ നിൽക്കും. കൈ കൊണ്ടൊന്ന് അറ്റം പിടിച്ച് താത്തിയിട്ട് വിട്ട് നോക്കൂ, ആ തിരിച്ച് പൊങ്ങി വരും. നമ്മള് ഫ്രീ ആയിട്ട് നിൽക്കുന്ന അറ്റം പിടിച്ച് താത്തിയിട്ട് കൈവിട്ടാൽ പഴയ സ്ഥാനത്തോട് തന്നെത്താനെ വരും, അല്ലേ? എന്താ കാരണം എന്ന് ചോദിച്ചാല് ഇതിന്റെ ഒരു ഭാഗം ഞാൻ തുടക്കം എന്ന് പറയാം, എന്നിട്ടൊരു പരീക്ഷ നമുക്ക് ചെയ്യാം. ഈ തെർമോമീറ്റർ ഞാൻ ഇങ്ങനെ വെച്ചിട്ട് കൈ വിട്ടപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? താന്നു പോയല്ലേ? ഞാൻ ഇങ്ങനെ കുറച്ച് നീക്കി കൊണ്ടുവന്നിട്ട് ഇപ്പോഴൊക്കെ താന്നു പോകണം. ഇവിടെ കുറച്ച് നീക്കി ഇപ്പോഴോ വിട്ടപ്പോ താഴ്ന്നു പോകുന്നുണ്ടോ? ഇല്ല. ഇതിന് കാരണം എന്താണ്? ആർക്ക് ഉത്തരം പറയാം? വരൂ അരവിന്ദൻ. ആനന്ദത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തട്ടെ. പരീക്ഷണം കാണിച്ചത് ആൾ പറഞ്ഞത് എന്താണ്? മുഖ്യമായിട്ട് പറഞ്ഞത് സെന്റർ ഓഫ് ഗ്രാവിറ്റി. ഏതൊരു വസ്തുവിന്റെയും ഭാരം മുഴുവൻ ഈ വസ്തുവില് ഏതെങ്കിലും ഒരു ബിന്ദുവില് കേന്ദ്രീകരിച്ചിരിക്കും. ഇങ്ങനെ ഏതൊരു വസ്തുവിലാണോ ഏതൊരു ബിന്ദുവിലാണോ ആ വസ്തുവിന്റെ ഭാരം മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്നത്, ആ ബിന്ദുവിനെ വിളിക്കുന്ന പേരാണ് ഗുരുത്വ കേന്ദ്രം. The point where the whole mass of the body, weight of the body is concentrated, and that is called center of gravity. എന്ത് വിളിക്കുന്നു? ആ സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ ഒരു സപ്പോർട്ട് കിട്ടിയാൽ വസ്തു തുലനം ചെയ്ത് നിൽക്കും, ഇക്വിലിബ്രിയത്തിൽ നിൽക്കും. ഏതൊരു വസ്തുവിനും സെന്റർ ഓഫ് ഗ്രാവിറ്റിയിൽ സപ്പോർട്ട് കിട്ടിയാൽ എന്ത് സംഭവിക്കും? അത് ഇക്വിലിബ്രിയത്തിൽ ഇങ്ങനെ ഹൊറിസോണലായിട്ട് നിന്നോളും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെ വെച്ചിട്ട് കൈവിട്ടപ്പോ ഇവിടെ കൊണ്ട് താന്നുപോയി, കാരണം ഇവിടെ വെയിറ്റ് കൂടുതലാണ്. ഇങ്ങനെ കൈ നിരക്കി വന്നപ്പോ
ഏതോ ഒരു അവസ്ഥയിലെത്തിയപ്പോഴത്തേക്ക് ഈ ഇപ്പം വിരലിരിക്കുന്നതിന്റെ മോളാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. അപ്പൊ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി സ്ഥലത്ത് സപ്പോർട്ട് കിട്ടുന്നതുകൊണ്ട് ആ വെയിറ്റിനെ മുഴുവൻ ഈ ബിന്ദുവിൽ കൂടെ എന്റെ കൈ താങ്ങി നിർത്തും. അപ്പൊ ആ കിളി നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിലെവിടെയായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി? ആ കിളിയുടെ ചുണ്ടിന്റെ അറ്റത്ത്, ആ ചുണ്ടിന്റെ അറ്റത്ത് ഷാർപ്പ് പോയിന്റ് സെന്റർ ഓഫ് ഗ്രാവിറ്റി വരത്തക്കോണം ചെയ്തിരിക്കുക. അപ്പൊ ആ പോയിന്റിൽ ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, ആ കിളി അങ്ങനെ തുലനം ചെയ്തെന്നോളും. അത് സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ തന്നെ കണ്ടു, ഇവിടെ വെയിറ്റ് കൂടിയപ്പോൾ ഇവിടെ താഴുമല്ലേ. ഇനി ഇവിടെ വെയിറ്റ് കൂടിയാലോ? അതൊരു മറ്റൊരു രസകരമായ പരീക്ഷ നമുക്ക് കാണാം. തുടങ്ങിക്കോ അരവിന്ദ്. കുറച്ച് സമയം എടുക്കും, ക്ഷമയോടെ കാത്തിരിക്കണം. ഒരു മേരി ഒരു കത്ത് ചോദിച്ചല്ലേ, ഈ വശം താന്ന് നിൽക്കുകയാണ്, ഈ വശോ പൊങ്ങി നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു കാത്തിരുന്ന് കാണും. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? എന്ത് കാണുന്നു? തന്നെത്താനെ നേരെയാവുന്നല്ലേ, തന്നെത്താനെ നേരെയായി. നമ്മളൊന്നും ചെയ്തില്ല, തന്നെത്താനെ നേരെയായി അല്ലേ. ഞാനിവിടെ കുറച്ചുകൂടെ തീ ഇങ്ങനെ കൊടുക്കാണ് ഏറ്റത്. ഇപ്പൊ എന്ത് ചെയ്തു? ഇവിടം കൊണ്ട് താന്നു അല്ലേ, ഇവിടം കൊണ്ട് പൊങ്ങിയിരുന്ന സ്ഥലം ഇപ്പൊ താണു, താന്നിരുന്ന സ്ഥലം കൊണ്ട് പൊങ്ങി. ഇനി എന്ത് സംഭവിക്കുന്നു? വീണ്ടും കാത്തിരുന്ന് കാണൂ. എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പൊ? സംഭവിക്കുന്നുണ്ടോ? കാത്തിരിക്കുക. സംഭവിച്ചില്ലേ എന്തെങ്കിലും? എന്ത് സംഭവിച്ചു? താന്നിര സ്ഥലം ഇത്തവണ പൊങ്ങി, പൊങ്ങിയ സ്ഥലം താണു അല്ലേ. നോക്കാം വീണ്ടും എന്ത് സംഭവിക്കുന്നു. താന്നിര സ്ഥലം ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? കുറച്ച് പൊങ്ങിയില്ലേ. ഞാൻ ഒരു കാര്യം ചെയ്യാം, അടിന്ന് കുറച്ച് തീവിടെ കൊടുക്കാം. ഇപ്പൊ എന്ത് ചെയ്തു? ഈ സൈഡ് പൊങ്ങി, അവിടം താണു, പൊങ്ങിയിരുന്ന സ്ഥലം താണു, താണ ഭാഗം പൊങ്ങി. അങ്ങനെ നിർത്തിയേക്കാം. അങ്ങനെ എന്നെ നിൽക്കുമോ നോക്കാം. ഇപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നില്ല അല്ലേ. അപ്പൊ കാത്തിരിക്കാം, കുറച്ച് ക്ഷമയോടെ കാത്തിരിക്കാം. വല്ല മാറ്റമുണ്ടോ? എന്ത് സംഭവിച്ചു? അവിടെ കുറച്ചുകൂടെ പൊങ്ങിയല്ലേ. എന്തായിരിക്കും ഇതിന്റെ കാരണം? ഇപ്പൊ അങ്ങോട്ട് താഴ്ന്ന പല വശം കണ്ടല്ലോ, എന്തായിരിക്കും കാരണം അരവിന്ദ് പറഞ്ഞോളൂ. അതങ്ങനെ ഒന്ന് കത്തിക്കോട്ടെ. ഈ സൈഡ് താന്ന് നിൽക്കുമ്പോൾ ഫ്ലെയിം അതിൽ ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നു. അപ്പോൾ ഈ സൈഡിന്റെ കൂടുതൽ ഒരുങ്ങുമ്പോൾ ഇവിടുത്തെ മാസ് കുറയും. അപ്പോൾ ഈ സൈഡിനെ അപേക്ഷിച്ച് ഇവിടെ മാസ് കൂടുതലായിരിക്കും. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഇങ്ങോട്ട് ചരിയും. ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഷിഫ്റ്റിംഗ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ സീസോ പോലെ പ്രവർത്തിച്ചു അല്ലേ. എന്തുപോലെ? കാരണം അരവിന്ദ് പറഞ്ഞ ശരിയാണ്. ഈ മൈതിരി നടുക്കാളി ധരിക്കുന്ന ഒരു ചെറിയ ഹോൾ ഇട്ടിട്ടുണ്ട്. മൈതിരിയുടെ നടുക്കൊരു നല്ല ഹോൾ ഇട്ടിട്ടുണ്ട്. നല്ലൊരു ഹോൾ ഇടണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണ ഒരു കാര്യം ചെയ്യണം. ഒരു കമ്പി എന്തെങ്കിലും എടുത്ത് നല്ലവണ്ണം ചൂടാക്കിയിട്ട് നടുക്കൂടെ ഒന്ന് തുളച്ച് കയറ്റുക. വെറുതെ ആണി വല്ലതും വെച്ചിടാൻ നോക്കിയാൽ ചിലപ്പോൾ മെഴുകുതിരി ഒടിഞ്ഞു പോകും നടുക്ക് വെച്ച്. അതുകൊണ്ട് വെറുതെ ആണി എന്തെങ്കിലും വെച്ച് തോരിടാൻ ശ്രമിക്കരുത്. ഒരു കമ്പി എങ്ങനെ എടുത്ത് പപ്പടം കുത്തിയൊക്കെ ആയാലും മതി, അടുത്ത് തീയിൽ കാണിച്ച് നല്ല ചൂടാക്കിയിട്ട് മൈരിയുടെ നടുക്കൂടെ വെച്ചോണ്ട് അങ്ങ് പോവുക. കറക്റ്റ് ഒരു ഹോള് കിട്ടും.
എന്നിട്ട് ആ കമ്പി തിരിച്ച് ഊരിയെടുത്തേക്ക് അവിടെ ഒരു നല്ല ഹോൾ കിട്ടും. ആ ഹോളിൽ കൂടെ ഒരു ചെറിയ മറ്റ് തണുത്തതിന് ശേഷം വേറെ എന്തെങ്കിലും കമ്പിയോ, ഇതിപ്പോൾ ഇയാൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ സാധനം എന്തോ ഇത് ഒരു പഴയ റീഫില്ല ഉപയോഗിച്ച് അത് 2 തടിയൊക്കെ വെച്ച് അയാൾ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മെനക്കെട്ട് ചെയ്തിട്ട് വന്നിരിക്കുക അരവിന്ദ്. അപ്പോൾ അതിൽ താങ്ങി നിർത്തിയിരിക്കുക. അയാൾ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വശം ചരിഞ്ഞാണ് ആദ്യമേ വെച്ചിരുന്നത് അല്ലേ. ആദ്യം തുലനം ചെയ്തല്ല നിർത്തിയിരുന്നത്. ഒരു വശം ചരിഞ്ഞും മറ്റേ വശം പൊങ്ങിയാണ് വെച്ചിരുന്നത്. എന്നിട്ട് 2 സൈഡും നമ്മൾ തീ കൊളുത്തി. അപ്പോൾ ഒരു സൈഡ് ചരിഞ്ഞിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 സൈഡും കത്തിക്കുകയാണ്. പക്ഷെ ഒരു സൈഡിലെ തീ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ ശകലം ചരിച്ചു പിടിച്ചാൽ ഇവിടുത്തെ തീ നേരെ മുകളിലോട്ടാണ് പോണേ, കണ്ടോ? മറ്റടുത്ത തീയോ നേരെ മെഴുകിലാണ് അടിക്കുന്നത്, കാണുന്നുണ്ടോ? ഇവിടുത്തെ തീ നേരെ മുകളിലോട്ട് പോകുമ്പോൾ അവിടുത്തെ തീ നേരെ എവിടെ അടിക്കുന്നു? അപ്പൊ 2 മെഴുക് ഉരുകുന്നുണ്ട്, പക്ഷെ അവിടെ കൂടുതൽ ഉരുകി. കാരണം നമ്മൾ ഇങ്ങനെ പിടിച്ചപ്പോൾ തീ നേരെ മെഴുകിൽ അടിച്ചപ്പോഴത്തേക്ക് അവിടെ വേഗത്തിൽ മെഴുക് ഉരുകി അല്ലേ. അപ്പോൾ അവിടുത്തെ മാസ് ഇപ്പുറത്തെ മാസിനേക്കാൾ കുറഞ്ഞു പോയി. അപ്പൊ അവിടെ മാസ് കുറവും ഇവിടെ മാസ് കൂടുതലുണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ കൊണ്ട് താണു. ആ പോയിന്റിൽ സപ്പോർട്ട് കിട്ടിയില്ല, സെന്റർ ഓഫ് ഗ്രാവിറ്റി പോയിന്റിൽ സപ്പോർട്ട് കിട്ടിയില്ല. അപ്പൊ ഇവിടെ കൊണ്ട് താന്നു. ഇവിടെ കൊണ്ട് താഴുമ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പൊ നിങ്ങൾക്ക് കാണാം, ഈ ഭാഗത്ത് ഫ്ലെയിം നേരെ മെഴുകിലടിക്കുക. അപ്പൊ ഇവിടെ മെഴുക് കൂടുതൽ വേഗത്തിൽ ഉരുകും. അവിടെ ഉരുകും, ഇവിടെ ഉരുകും. പക്ഷെ ഇവിടെ കൂടുതൽ വേഗത്തിൽ ഉരുകിയപ്പോഴത്തേക്ക് അവിടെ കുറയുന്നതിനേക്കാൾ വേഗത്തിൽ ഇവിടെ കുറയും. അപ്പൊ ഇത്തവണ ഇപ്പുറത്തെ ഭാഗം മാസ് കുറവും അപ്പുറത്തെ ഭാഗം മാസ് കൂടുതലായപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇത്തവണ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ അവിടെ താന്നിരിക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ ഫ്ലെയിം നേരെ മെഴുകിലടിച്ച് അവിടെ വേഗം മെഴുക ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ആ ഇക്വിലിബ്രിയത്തിനൊക്കെ മാറ്റം സംഭവിക്കും. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ മാറ്റമാണ് നമ്മൾ കണ്ടത്. ഇതുകൊണ്ടാണ് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഡബിൾ ഡെക്കറിലൊക്കെ പോകുമ്പോൾ എവിടെ ആൾ ആദ്യം കേട്ടുന്നത്? താഴത്തെ നില കംപ്ലീറ്റ് നിറഞ്ഞാലേ മുകളിൽ ആള് വിടുള്ളൂ അല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ കാരണം? അപ്പൊ താഴെ കൂടുതൽ ആൾക്കാർ കയറുമ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇതുപോലെ താഴോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കും. അപ്പൊ ഗ്രൗണ്ടും സെന്റർ ഓഫ് ഗ്രാവിറ്റിയും തമ്മിലുള്ള ദൂരം മിനിമം ആയിരിക്കുമ്പോൾ ബസ്സിന് നല്ലൊരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം, നല്ലൊരു സ്ഥിര സന്തുലനാവസ്ഥ കിട്ടും. പക്ഷെ ആൾക്കാരെ നേരെ മുകളിൽ കയറ്റിയാലോ? വെയിറ്റ് കൂടുതൽ മുകളിലല്ലേ. അപ്പൊ സെന്റർ ഓഫ് ഗ്രാവിറ്റി മുകളിലോട്ടായി പോകും. അപ്പൊ തറയും സെന്റർ ഓഫ് ഗ്രാവിറ്റി തമ്മിൽ നല്ല ദൂരം കൂടുമ്പോൾ ചിലപ്പോൾ അത് അസന്തുലനാവസ്ഥയിലായിപ്പോയി ബസ് മറിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ, പ്രത്യേകിച്ച് വളവിലൊക്കെ പോകുമ്പോൾ ആ സെന്റർ ഓഫ് ഗ്രാവിറ്റി കൂടെയുള്ള വെർട്ടിക്കൽ ലൈൻ പാദം വഴി ബേസ് വഴി പോകില്ല. അപ്പൊ അത് സ്റ്റേബിൾ അല്ല. ആ സ്ഥിരാവസ്ഥ കൈവിട്ട് ബസ് മറിഞ്ഞു പോകും. ഇത് ഒഴിവാക്കാനാണ് ബസ്സിലേക്ക് ആള് കയറ്റുമ്പോൾ, ഡബിൾ ഡെക്കറിൽ കയറ്റുമ്പോൾ ആദ്യം താഴെ ആള് നിറയ്ക്കും. അതുപോലെ കപ്പലിൽ കാർഗോ ലോഡ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലാണോ ആദ്യം ലോഡ് ചെയ്യുന്നത്? പിന്നെ എവിടെ? താഴെ നിറച്ചിട്ട് താഴെ നിന്ന് മുകളിലോട് പതുക്കെ നിറച്ചു അല്ലെ കപ്പൽ മറിക്കും. ഇതെല്ലാം നമ്മൾ ഈ സെന്റർ ഓഫ് ഗ്രാവിറ്റി ബന്ധപ്പെടുത്തിയാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ. ശരി, അണച്ചേക്കല്ലോ, അണച്ചു. ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആ മാഷ്, ഞാനും എന്റെ ഫാമിലിയുമായിട്ട് എറണാകുളത്ത് കാറിൽ പോയി. ആഹാരം കഴിച്ചു? എന്റെ എറണാകുളത്ത് എത്തിയിട്ട് ഞാൻ കാറിന്റെ ടയർ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടായിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് മാഷ്? ഇവിടെ അയാളൊക്കെ കാറുണ്ടെന്ന് നിങ്ങളെയൊക്കെ അറിയിച്ചു. മെടുക്കൻ കൊച്ചു പയ്യൻ കൊള്ളാം. എന്തായാലും അയാളുടെ കാർ എറണാകുളം വരെ എത്തി. ടയർ തൊട്ടപ്പോ നല്ല ചൂട് അല്ലെ. എന്താ ടയർ ഇങ്ങനെ ചൂടാവാൻ കാരണം? അത് ഘർഷണം കാരണമാണോ? നമുക്ക് നോക്കാം, ആർക്ക് ഉത്തരം പറയാൻ ധൈര്യമുണ്ട്? യെസ്, ആനന്ദ്. കൊണ്ടല്ലെന്ന് ആർക്കും തെളിയിക്കാവുന്നതാണ്. കാരണം ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് ഉരസുമ്പോഴാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്തെന്നാൽ ടയർ ഒരിക്കലും ഉരസുകയല്ല, അത് ഉരുളുകയാണ്. അതുകൊണ്ട് ഇപ്പൊ കാറിന്റെ ടയർ തന്നെ എടുക്കാം. ഇപ്പൊ ആ ടയറാണ് കാറിന്റെയും അതിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും വെയിറ്റ് മുഴുവൻ താങ്ങുന്നത്. അതുകൊണ്ട് അത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ചെയ്യുന്ന സ്ഥലം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അത് ചപ്പിയിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഉരുളുമ്പോൾ തന്നെ ആ ഭാഗം മുകളിലോട്ട് എത്തുമ്പോൾ അത് പഴയ സ്ഥിതിക്ക് എത്തുകയും മുമ്പുണ്ടായിരുന്ന പുതിയതായിട്ട് താഴെ വന്ന സ്ഥലം ചപ്പുകയും ചെയ്യും. അപ്പോൾ ഇതുമൂലം അവിടുത്തെ പാർട്ടിക്കിൾസിന് കൈനറ്റിക് എനർജി നന്നായി ലഭിക്കുന്നുണ്ട്. അത് ഫോർമേഷനും ഡീഫോർമേഷനും സ്പീഡ് കൂടുന്നതനുസരിച്ച് അതിന്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് അവിടുത്തെ പാർട്ടിക്കിൾസിന് കിട്ടുന്ന കൈനറ്റിക് എനർജിയും കൂടുതലായിരിക്കും. അതുമൂലമാണ് ആ പാർട്ട് ചൂടാവുന്നത്.
വാഹനത്തിന്റെ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ഇതിലുണ്ടാവുന്ന ചൂടും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ അപ്പം നമ്മൾ ചിന്തിക്കാം ഇതിന്റെ ചൂട് കൂടിക്കൊണ്ടേ ഇരിക്കത്തില്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരു സ്പീഡ് തന്നെ കുറെ നേരം ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റേറ്റ് ഓഫ് ചൂടാകുന്നതിന്റെയും ചൂട് മാറുന്നതിന്റെയും സ്പീഡ് ഒരേ നിലയിലെത്തും. അപ്പോൾ ചൂട് ഒരു തുലനാവസ്ഥയിൽ ആണ് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് മനു എറണാകുളത്ത് നിന്ന് കാർ ഇറങ്ങി തൊട്ട് നോക്കിയപ്പോൾ കയ്യിൽ ചൂടേറ്റത്. ഓക്കെ, വെരി ഗുഡ് പ്രസന്റേഷൻ. നന്നായിട്ട് പറഞ്ഞു ആനന്ദ്. അപ്പോൾ പറഞ്ഞതാണ് നമ്മൾ പൊതുവെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് തറയായിട്ടുള്ള ഫ്രിക്ഷൻ, ഘർഷണം കാരണമാണ് ഇത്രയും ചൂടുണ്ടാവുന്നതെന്ന്. ആനന്ദ് ടയർ ഉരുണ്ടുരുണ്ടാ പോയത്. അപ്പൊ അവിടെ റോളിംഗ് ഫ്രിക്ഷനേ ഉള്ളൂ, ഉരുളൽ ഘർഷണം അത് തുലം കുറവാണ്. എന്നിട്ട് എന്താ താപം കൂടി? നന്നായിട്ട് പറഞ്ഞു. എന്താ ടയർ ഈ എല്ലാ ടയറുകളും കൂടെ ചേർന്നാണ് കാറും അകത്തെ വെയിറ്റ് ഒക്കെ താങ്ങുന്നതല്ലേ. അപ്പൊ ടയറിന് താഴെ തൊടുന്ന ഭാഗം കൊണ്ട് ചപ്പും, അത് മുകളിലോട്ട് മാറുമ്പോൾ നേരെയാവും. അപ്പോഴൊരു ഭാഗം താഴെ വരും, അവിടെ ചപ്പും. ഇങ്ങനെ ചപ്പുകയും നേരെയാവുകയും ചപ്പുകയും നേരെയാവാൻ, ചപ്പൽ നേരാവൽ, ചപ്പൽ നേരാവൽ, ഇങ്ങനെ അത് ഒരു ഫോർമേഷൻ ഡിഫോർമേഷൻ, ഫോർമേഷൻ ഡിഫോർമേഷൻ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നുണ്ട്. ചലനത്തിനാസ്പദമായ ഊർജ്ജം ഏതാണ്? കൈനറ്റിക് എനർജി, ഗതികോർജ്ജം. അപ്പൊ ഇങ്ങനെ കണികൾക്ക് നല്ല ഗതികോർജ്ജം കിട്ടും. അപ്പൊ കണങ്ങളുടെയൊക്കെ ഗതികോർജ്ജം കൂടും. അപ്പൊ ആകെ ഗതികോർജ്ജം കൂടും. അപ്പൊ ടോട്ടൽ കൈനറ്റിക് എനർജി കൂടും. അപ്പൊ ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുമ്പോൾ ടെമ്പറേച്ചറും കൂടും. ഇനി വാഹനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല സ്പീഡിൽ പോകുകയാണെങ്കിൽ ടയർ വേഗം ചൂടാവും. കാരണം അപ്പൊ എന്താ, വളരെ വേഗത്തിൽ ടയർ ഇറങ്ങും. നല്ല വേഗത്തിൽ പോകുമ്പോൾ, നല്ല വേഗത്തിൽ ടയർ ഇറങ്ങുമ്പോൾ ഈ ഫോർമേഷൻ ഡിഫോർമേഷൻ, ഫോർമേഷൻ ഡിഫോർമേഷൻ അത് അതിഭയങ്കര സ്പീഡിലാണ്. അപ്പൊ ഇങ്ങനെ ശരിക്ക് ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ ആ കൈനറ്റിക് എനർജി കാരണം കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ പോലും ഒരു പരിധി എത്തിക്കഴിയുമ്പോഴത്തേക്ക് ടയറിനകത്ത് ചൂടുണ്ടാവുന്ന നിരക്കും ഈ ടയർ പുറത്ത് കളയുന്ന നിരക്കും, പ്രത്യേകിച്ച് കറുത്ത നിറം കൂടെ അല്ലേ ടയർ, ബ്ലാക്ക് ബോഡികൾക്ക് ഹീറ്റ് അബ്സോർബ് ചെയ്യാനും കഴിവുണ്ട്, അതുപോലെ വേഗത്തിൽ പുറത്ത് കളയാനും കഴിവുണ്ട്. കറുത്ത നിറം കൂടെ അവിടെ ഉണ്ട്. അത് അതിനുവേണ്ടി കറുത്ത നിറം കൊടുത്തതല്ല, കാർബണൊക്കെ ചേർത്തുകൊണ്ട് കിട്ടിയ കറുത്ത നിറമാണ്. അപ്പോൾ ഈ ടയറിനുണ്ടാവുന്ന ഹീറ്റിന്റെ അളവും അത് പുറത്ത് കളയുന്ന ഹീറ്റിന്റെ അളവും തുല്യമാവുന്ന ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ടെമ്പറേച്ചർ കൂടില്ല. അല്ലെങ്കിൽ പിന്നെ കൂടി ടയറൊക്കെ ഒരു വണ്ടി വഴി നിൽക്കേണ്ടി വന്നാൽ. അപ്പൊ ആ ഘർഷണത്തിനേക്കാൾ ഉപരി ഈ ഫോർമേഷൻ ഡിഫോർമേഷൻ വഴി ഉണ്ടാകുന്ന ആ മാറ്റങ്ങളാണ് ടയറിന്റെ താപനില പെട്ടെന്ന് ഇത്രയും കൂട്ടുന്നത്. അതിപ്പോ ഘർഷണം മാത്രമല്ലല്ലോ, നമുക്ക് ഘർഷണം ഒട്ടും കൂട്ടിയില്ല എന്ന് പറയുന്നില്ല. ഘർഷണവും ഒരു കൊച്ചു കാരണമാണെങ്കിലും ഫോർമേഷൻ ഡിഫോർമേഷൻ ആണ് മുഖ്യ കാരണം. ഓക്കെ, ഇനി സംശയം ഉണ്ടോ അതിനകത്ത് എന്തെങ്കിലും? ഇനി എന്ത് ചോദിക്കാനുണ്ട്? മാഷെ, ഇന്നലെ ഞാൻ ടെറസിന്റെ മണ്ടയിൽ പേരയ്ക്ക പറിക്കാൻ കയറി. ഗുഡ്. പക്ഷെ പേരയ്ക്ക കിട്ടിയില്ല. ഞാൻ അബദ്ധത്തിൽ മുകളിലോട്ടൊന്ന് നോക്കി. മുകളിൽ നോക്കിയപ്പോൾ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. വൈകാതെ എനിക്ക് മനസ്സിലായി അത് ജെറ്റ് പ്ലെയിൻ ആണെന്ന്. പക്ഷെ ജെറ്റ് പ്ലെയിൻ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും, അതിന്റെ ബാക്കിൽ ഒരു വലിയ പുക പോലെ പോകുന്നുണ്ട്. ഈ ജെറ്റ് പ്ലെയിനിൽ മാത്രം എന്താ ഇങ്ങനെ പുക പോകാൻ കാരണം ബാക്കിൽ കൂടി? ശരി, ഗുഡ്. ആള് ചോദ്യം ചോദിച്ചതിനകത്ത് ഉത്തരം കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ശരിക്കും എന്താ പറഞ്ഞ, ജെറ്റ് പ്ലെയിന് പോകുമ്പോ ബാക്കിൽ പുക പോലെ കാണുന്നല്ലേ? പുക കണ്ട് നല്ല പറഞ്ഞ. എന്താ ചോദിച്ചേ? പുക പോലെ കാണുന്നുണ്ട്. ആ ഒറ്റ വാക്ക് പുക പോലെ. ആ പോലക്കകത്താണ് ഉത്തരം. ആ പോലെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? യെസ്, ഗുഡ്. രമ്യ, സ്റ്റാർട്ട് ദ പോലെ. അപ്പൊ പോലെ രമ്യ പോലെ പറയൂ. ജെറ്റ് പ്ലെയിന്റെ പിന്നാലെ കാണുന്നത് പുകയല്ല, പക്ഷേ ഈ ജെറ്റ് പ്ലെയിന്റെ എഞ്ചിനകത്തുള്ള ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഈ ഇന്ധനങ്ങളിലുള്ള ഹൈഡ്രജനും വായുവിലുള്ള ഓക്സിജനും കൂടി ചേർന്ന് നീരാവി രൂപം കൊള്ളുന്നു. ആ നീരാവി പുറത്ത് വെളുത്ത വര പോലുള്ള മേഘങ്ങളായിട്ട് പുറത്തു വരുന്നു. അതാണ് ഈ പുക പോലെ കാണുന്നത്. നമ്മള് ജെറ്റ് പ്ലെയിനകത്തൊക്കെ ധാരാളം ഇന്ധനം ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ ഇന്ധനമൊക്കെ എങ്ങനെ കത്തുക, നമുക്ക് പൊതുവെ ധാരണയുണ്ട് ശരിക്കും ഭയങ്കര സ്പീഡിൽ പുക വരികയാണെന്നല്ലേ. അവിടെ കാണുന്ന ഓഫ്കോഴ്സ് ഇന്ധനം കത്തി പുക അവിടെ ഉണ്ട്. അവിടെ നമ്മൾ കാണുന്ന പുകയല്ല, ഇന്ധനത്തിനകത്തൊക്കെ ധാരാളം ഹൈഡ്രജനുള്ള ഇന്ധനം ഉപയോഗിക്കുന്നത്. ആ നല്ല ചൂടായ ഹൈഡ്രജൻ വെളി വരും. അകത്ത് ഇന്ധനം കത്തുന്നുണ്ടല്ലോ, നല്ല ചൂട് ഹൈഡ്രജൻ കുറച്ചെങ്കിലും വെളി വരും. ആ ഹൈഡ്രജനും വായുവിലെ ഓക്സിജനും ഇവിടെ കൂടിക്കലരുമ്പോ ഹൈഡ്രജനും ഓക്സിജൻ ചേർന്നാൽ എന്താ ഉണ്ടാവുക? ഹൈഡ്രജനും ഓക്സിജൻ ചേരുമ്പോൾ എന്തുണ്ടാവും? വാട്ടർ വേപ്പറായിട്ട് സ്റ്റീമായിട്ട് വെളി വരും. ആ വാട്ടർ നമ്മുടെ മഴമേഖല തന്നെ എന്താ? നീരാവിയുടെ അക്യുമുലേഷൻ അല്ലേ ആ മേഘം. അപ്പൊ അതുപോലെ ഈ നീരാവി എഞ്ചിനിൽ നിന്ന് വെളി വന്നിട്ട്
അതൊരു മേഘം പോലെ രൂപം കൊള്ളുകയും അതിനകത്ത് പ്രകാശം തട്ടി വിസരണം ഉണ്ടാക്കുമ്പോൾ ഒരു മേഘത്തെ പോലെ വെളുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ അവിടെ കാണുന്ന വെള്ളി വര. ഇതുപോലെ തന്നെയാണ് ധാരാളം വാട്ടർ വേപ്പർ ശരിക്കും അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ ക്ലൗഡ് മേഘമാവും. അതിനകത്ത് സൂര്യപ്രകാശം തട്ടി അതിനകത്ത് തന്നെ അങ്ങ് വിസരണം സ്കാറ്ററിങ് നടക്കും. അപ്പോഴാണ് ആ മേഘം വെളുത്ത് കാണുന്നത്. പക്ഷെ മഴ സമയങ്ങളിലേക്ക് എത്തുമ്പോൾ കറുത്ത മേഘമല്ലേ കാണുന്നത്. എന്ത് മേഘം കാണുന്നത്? അത് ശരിക്കും കറുപ്പല്ല. ധാരാളം മേഘങ്ങളുണ്ടാവും മഴ സമയത്ത്. അപ്പൊ ആദ്യത്തെ കുറെ മേഘങ്ങളിൽ തട്ടി തന്നെ പ്രകാശം അത്രയും വിസരണത്തിന് വിധേയമായി സ്കാറ്റർ ചെയ്ത് താഴത്തെ മേഘങ്ങളിൽ പ്രകാശം എത്തൂല. പ്രകാശത്തിന്റെ അഭാവം, ആബ്സെൻസ് ഓഫ് ലൈറ്റ്. എന്താണ് തോന്നുന്നത് നമുക്ക്? ഇരുണ്ട് കാണും, ഡാർക്കായിട്ടാണ്. ബ്ലാക്ക് എന്ന് പറയരുത്. ആ ബ്ലാക്കും ഡാർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ തെറ്റിച്ച് പറഞ്ഞുകൊണ്ട് അതിപ്പോ ഞാൻ പറയാം. ശരിക്കും കറുത്ത സാധനങ്ങൾ നമ്മൾ ബ്ലാക്ക് എന്ന് പറയും, ആക്ച്വൽ കറുപ്പ്. അപ്പൊ നസിയുടെ ടീഷർട്ട് നല്ല കറുപ്പ്, അത് ഒറിജിനൽ കറുപ്പാ. അല്ല അക്മലിന്റെ ഷർട്ടൊക്കെ നല്ല കറുപ്പ്, അത് ബ്ലാക്ക്. ചില സാധനങ്ങള് കറുത്തതുപോലെ നമുക്ക് തോന്നിക്ക് ഇരുണ്ട് കാണും, അപ്പൊ ഉപയോഗിക്കുന്ന വാക്കാണ് ഡാർക്ക്. അപ്പൊ മഴമേഘം ബ്ലാക്ക് ആണോ ഡാർക്കാണോ? ഡാർക്കാണ്. ബ്ലാക്ക് എന്ന് പറയുന്നത് എന്ത് പറയണം? ഡാർക്ക്. ഓക്കെ, ഇനി അടുത്തെന്താ ചോദിക്കാനുണ്ടോ? യെസ്. പക്ഷേ ഈ റോഡെല്ലാം ടാർ ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല ഉപയോഗമുണ്ടോ? അതോ സിമെന്റ് ചെയ്താലും പോരെ? റോഡൊക്കെ ടാർ ചെയ്താൽ പോരെ? ടാർ സിമെന്റ് ചെയ്താലും പോരെ? ടാർ ചെയ്യുന്നു അല്ലേ? എന്തിനാ ഈ ടാറിങ് ചെയ്യുന്നത്? ടാർ റോഡ് കണ്ടിട്ടുണ്ടല്ലോ, ആർക്ക് പറയാം? യെസ്. ടാർ ചെയ്തില്ലെങ്കിൽ റോഡ് മൊത്തം കുണ്ടും കുഴിയായിരിക്കും. അതിൽ കൂടെ വണ്ടി ഓടിച്ചു പോകുന്ന അത്ര രസമുള്ള കാര്യമല്ല. കാർ ഇരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു മെറിഞ്ഞു പോകും. പിന്നെ ഈ ടയറിനടിയിൽ തന്നെ കുറെ സ്മൂത്ത് ആയിട്ടല്ലല്ലോ ടയർ, അതിനടിയിൽ കുറെ ഗ്രൂസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഫ്രിക്ഷൻ, റോഡുമായിട്ട് പോകുമ്പോൾ ഫ്രിക്ഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ടാർ ചെയ്തില്ലെങ്കിൽ കുണ്ടും കുഴിയും കൂടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫ്രിക്ഷൻ കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടാർ ചെയ്യുന്നത്. ടാർ ചെയ്യാൻ നമുക്ക് മണൽ വെച്ച് ചെയ്യാം. പക്ഷെ മണൽ വെച്ച് ചെയ്താൽ കാറ്റുകൊണ്ട് പൊടി പറക്കും. അതുകൊണ്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പല അസുഖം വരും. പിന്നെ മഴയത്ത് ഒഴിച്ചു പോവുകയും ചെയ്യും. പിന്നെ സിമെന്റ് ആണെങ്കിൽ അതിന് നല്ല വിലയാണ്. നമ്മുടെ കേരളത്തിന് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ചരൽ വെച്ച് തന്നെ ടാർ ഇടുന്നത്. റോഡ് കുണ്ടും കുഴിയൊക്കെ ആണെങ്കിൽ വാഹനം ഓടിക്കാൻ എങ്ങനെയാ? എളുപ്പമോ പ്രയാസമാവോ? അപ്പൊ ലെവൽ ചെയ്യണം. റോഡൊക്കെ എങ്ങനെയാണ്? ലെവൽ ചെയ്യണം. എന്ന് പറഞ്ഞാൽ ലെവൽ ചെയ്ത് അങ്ങ് ഒരു നല്ല മൊസൈക്ക് കെട്ടുകൊടുത്താൽ ലെവലാവും. പക്ഷെ അപ്പൊ തീരെ സ്മൂത്തായി. അപ്പൊ വാഹനങ്ങളൊക്കെ റോഡിൽ കൂടെ പോകുമ്പോ ബ്രേക്ക് ചെയ്താൽ അവിടെ നിൽക്കണം. വളവരൊക്കെ പോകുമ്പോൾ ചറുക്കി വെളിയിൽ പോകരുത്. അപ്പൊ തറയായിട്ട് എന്തുകൂടെ വേണം? ഫ്രിക്ഷൻ, ഘർഷണം വേണം അല്ലേ? ആ ഘർഷണം കൂടെ വേണം. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ സിമെന്റ് ഇട്ട് റഫാക്കി കൊടുക്കാം, ടാറിട്ടും ചെയ്യാം. ടാറിന് സിമെന്റിങ്ങിനെ അപേക്ഷിച്ച് ചെലവ് വളരെ വളരെ കുറവാണ്. ടാറിങ്ങിന് ചെലവ് കുറവും സിമെന്റ് ഇടുന്നതിന് ചെലവ് കൂടുതലാണ്. പിന്നെ ഒരു പ്രശ്നം കൊണ്ടുണ്ട് കേട്ടോ, സിമെന്റ് ഇട്ടാൽ പായൽ പിടിക്കും. സിമെന്റ് ഇട്ട റോഡുകളിലൊക്കെ പായൽ പിടിക്കും. അതുവഴി വാഹനമൊക്കെ സ്ഥിരം പോകുന്നില്ലെങ്കിൽ പായൽ പിടിക്കും. ടാറിൽ പായൽ പിടിക്കാറുമില്ല. ആ ഒരു കാര്യം കൂടെ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്.